നമസ്കാരം. മീഡിയ സ്റ്റോറിയുടെ വികസന കാഴ്ചകൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. കേരളത്തിൽ പണ്ട് എന്ത് പദ്ധതി പ്രഖ്യാപിച്ചാലും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വല്ലതും നടക്കുമോ എന്ന്. എന്നാൽ ഇന്നോ കാലം മാറി, കഥയും മാറി. പ്രഖ്യാപിച്ചതും അതിനപ്പുറവും നടക്കുന്ന ഒരു കാലത്താണ് നാം ഇന്ന്. അടിസ്ഥാന സൗകര്യ വികസനം വെറും സ്വപ്നങ്ങളും പാഴ്വാക്കുകളും ആയിരുന്ന ഒരു കാലത്തു നിന്ന് എല്ലാം യാഥാർത്ഥ്യത്തിലേക്ക് മാറിയത് ഒരിക്കൽ പലരും തള്ളിപ്പറഞ്ഞിരുന്ന കിഫ്ബി മുഖേനയാണ്. ആശുപത്രികൾ, സ്കൂളുകൾ, പാലങ്ങൾ, റോഡുകൾ, ദേശീയപാത വികസനത്തിന് സ്ഥലമെടുക്കൽ തുടങ്ങി എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് കിഫ്ബി മുഖേനയാണ്. കിഫ്ബി ഇന്ന് ശരിക്കും ഒരു അത്ഭുതമായി മാറിക്കഴിഞ്ഞു. മീഡിയ സ്റ്റോറിയിലെ വികസന കാഴ്ചകൾ എന്ന പരമ്പരയിലെ ഇന്നത്തെ അധ്യായം കിഫ്ബിയെക്കുറിച്ചാണ്. 1999 കേരള അടിസ്ഥാന സൗകര്യ നിക്ഷേപ നിധി നിയമപ്രകാരം 1999 നവംബർ 11 കിഫ്ബി നിലവിൽ വന്നത്. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് നിയമ ഭേദഗതിയിലൂടെ കിഫ്ബിയെ ശാക്തീകരിച്ചത്. റിസർവ് ബാങ്കും സെബിയും അംഗീകരിച്ച നൂതന ധനസമാഹരണ മാർഗങ്ങളിലൂടെയും കിഫ്ബി നടത്തുന്ന തനതായ വിഭവ സമാഹരണത്തിലൂടെയുമാണ് വികസന പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുന്നത്. സംസ്ഥാന വരുമാനത്തിന്റെ ചെറിയൊരു പങ്കും വർഷം തോറും കിഫ്ബിക്ക് സർക്കാർ വിഹിതമായി ലഭിക്കുന്നു. ഒൻപതര വർഷത്തിനിടയിൽ കിഫ്ബി അംഗീകാരം നൽകിയത് 1,10,000 കോടി രൂപയുടെ 1237 പദ്ധതികൾ. അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ വികസന ഭൂപടത്തെ കിഫ്ബി മാറ്റിമറിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി സംസ്ഥാനത്തെ റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, ജലവിതരണം, IT, സ്ഥലമേറ്റെടുക്കൽ തുടങ്ങി വിവിധ മേഖലകളിൽ വൈവിധ്യമാർന്ന വികസന പദ്ധതികളാണ് കിഫ്ബി അംഗീകരിച്ച് നടപ്പിലാക്കിയത്. കേരള സർക്കാരിന്റെ നൂതനവും ധീരവുമായ കാൽവെപ്പാണ് കിഫ്ബി. 30 അതിലധികമോ വർഷം കാത്തിരുന്നാൽ മാത്രം നടന്നേക്കാവുന്ന കാര്യങ്ങൾ ഇവിടെ കഴിഞ്ഞ 9.5 വർഷക്കാലം കൊണ്ട് കിഫ്ബി നടപ്പിലാക്കി. കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ, പെരുമ്പളം പാലം, അമ്പൂരി കുമ്പിച്ചൽ കടവ് പാലം, മലബാർ ക്യാൻസർ സെന്റർ, തലശ്ശേരി കോർട്ട് കോംപ്ലക്സ്, കുണ്ടന്നൂർ വൈറ്റില ഫ്ലൈ ഓവർ, ഇങ്ങനെ ഒട്ടേറെ പദ്ധതികളുടെ പൂർത്തീകരണത്തിന് എണ്ണയിട്ട യന്ത്രം കണക്കെ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് കിഫ്ബി. MC റോഡ് വികസനത്തിനും വിഴിഞ്ഞം തുറമുഖം അടിസ്ഥാനപ്പെടുത്തിയ വിഴിഞ്ഞം കൊല്ലം പുനലൂർ സാമ്പത്തിക വികസന ഇടനാഴിക്കും അങ്കമാലി എരുമേലി ശബരി റെയിൽ പാതയ്ക്കും തുടങ്ങി പല വൻകിട വികസന പദ്ധതികൾക്കായി 9,000 കോടി രൂപയോളം തത്വത്തിൽ അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. കേരള വികസനത്തിന്റെ പവർ ഹൗസാണ് കിഫ്ബി എന്ന് നിസ്സംശയം പറയാം. എന്റെ നാട് ചെമ്പിന്റെ അക്കരയായിരുന്നു അരൂക്കുറ്റിയും വടുതലയും പെരുമ്പളവും ഒക്കെ. ഇപ്പോൾ അവയെല്ലാം ഒരു നാടായി. സാധാരണക്കാരന്റെ സങ്കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതാണ് യഥാർത്ഥ വികസനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശാസ്ത്രം, സാങ്കേതികവിദ്യ, ഉന്നത വിദ്യാഭ്യാസം എന്നിവയിലെ ഇന്നത്തെ നിക്ഷേപങ്ങൾ കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. കിഫ്ബി ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപനങ്ങളായ MG യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ നാനോ ടെക്നോളജി, താണു പത്മനാഭൻ സെന്റർ ഫോർ ആസ്ട്രോഫിസിക്സ്, കുസാറ്റിലെ സെന്റർ ഫോർ ന്യൂറോ ഡീജനറേഷൻ ആൻഡ് ബ്രെയിൻ ഹെൽത്ത്, ലൈഫ് സയൻസസ് പാർക്കിലെ സെന്റർ ഫോർ മൈക്രോബയോം, സെന്റർ ഫോർ ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്നിവയ്ക്ക് കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക പരിവർത്തനത്തിന് വലിയ സംഭാവന നൽകുവാൻ കഴിയുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കിഫ്ബിയുടെ പ്രഖ്യാപിത ലക്ഷ്യം അടിസ്ഥാന സൗകര്യങ്ങളിൽ നിക്ഷേപിക്കുക എന്നതാണ്. റോഡുകൾ, പാലങ്ങൾ, ജലം, സ്കൂളുകൾ, കോളേജുകൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ തുടങ്ങിയ പദ്ധതികളുടെ മിശ്രിതമായി കിഫ്ബി ദൃശ്യമായേക്കാം. എന്നാൽ അത് യഥാർത്ഥത്തിൽ അങ്ങനെ മാത്രമല്ല. കിഫ്ബിയെ ഒരു അടിസ്ഥാന സൗകര്യ നിർമ്മാണ സ്ഥാപനമായി മാത്രം പരിമിതപ്പെടുത്തരുത്. നവകേരളം എന്നതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ അതിനെ കാണണം. ഒരു ശരാശരി മലയാളിക്ക് നവകേരളം എന്നത് ഒരു പുതിയ പദമല്ല. ആ ലക്ഷ്യം നേടുന്നതിനുള്ള ഒരു പ്രധാന ഉപകരണമാണ് കിഫ്ബി. മീഡിയ സ്റ്റോറിയുടെ അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. നമസ്കാരം.